കേടായ ഇൻവെർട്ടർ LED ബൾബ് റിപ്പയർ ചെയ്യുന്ന വിധമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ വീഡിയോയിൽ ഇതുപോലുള്ള ഓരോ LEDകളും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു LED ടെസ്റ്റർ ഉപയോഗിച്ചിരുന്നു. ആ LED ടെസ്റ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സിൽ ബേസിക് ഐഡിയ ഉള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു LED ടെസ്റ്ററിൻ്റെ ഡയഗ്രമാണ് ഇത്. ഈ സർക്യൂട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ കമ്പോണൻറ്റുകൾ ഇനി പറയുന്നതാണ്. 105K 450 വോൾട്ട് പോളിസ്റ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ 1 മൈക്രോഫാരഡ് ആണ് ഇതിൻ്റെ വാല്യൂ. 225 450 വോൾട്ട് അല്ലെങ്കിൽ 2.2 മൈക്രോഫാരഡ് ആണ് ഇതിൻ്റെ വാല്യൂ. 1N4007 എന്ന നമ്പറിലുള്ള 5 ഡയോഡുകൾ ആവശ്യമാണ്. 10K 1 വാട്ട് റെസിസ്റ്ററുകൾ 2 എണ്ണം ആവശ്യമാണ്. 220K 1 വാട്ട് റെസിസ്റ്റർ ഒരെണ്ണം വേണം. 1 മെഗാ ഓംസ് ഹാഫ് വാട്ട് റെസിസ്റ്റർ, 10 ഓംസ് 1 വാട്ട് റെസിസ്റ്റർ ഒരെണ്ണം ആവശ്യമാണ്. കൂടാതെ മൾട്ടിമീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന 2 ടെസ്റ്റ് ലീഡുകളും ഒരു AC കോഡ് വയറും ഒരു കഷ്ണം ചെമ്പ് കമ്പിയും ആവശ്യമാണ്. സർക്യൂട്ട് നിർമ്മിക്കുന്ന വിധം ഒന്ന് നോക്കാം. ആദ്യം 4 ഡയോഡുകൾ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കണം. ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുമ്പോൾ ഡയോഡുകളുടെ പൊളാരിറ്റി മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡയഗ്രത്തിലുള്ളതുപോലെ അതുപോലെ തന്നെ നോക്കി അസംബിൾ ചെയ്താൽ മതി. റെക്ടിഫയറിൻ്റെ AC ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്തേക്ക് ഒരു 105K 450 വോൾട്ട് പോളിസ്റ്റർ കപ്പാസിറ്ററും അതിന് പാരലായി 1 മെഗാ ഓംസ് ഹാഫ് വാട്ട് റെസിസ്റ്ററും കണക്ട് ചെയ്യണം. റെക്ടിഫയറിൽ AC ഇൻപുട്ട് കൊടുക്കുന്ന രണ്ടാമത്തെ ഭാഗത്ത് ഒരു 10 ഓംസ് 1 വാട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടതാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ 2 ഡയോഡുകളുടെ അടയാളമുള്ള ഭാഗങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്താണ് നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 ഡയോഡുകളുടെ ആനോഡുകൾ അതായത് അടയാളമില്ലാത്ത ഭാഗങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് നെഗറ്റീവ് ഔട്ട്പുട്ടും ലഭിക്കുന്നു. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലുള്ള പോസിറ്റീവിനും നെഗറ്റീവിനും പാരലായി 225 450 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും അതിന് പാരലായി 220K 1 വാട്ട് റെസിസ്റ്ററും കണക്ട് ചെയ്യണം. പോസിറ്റീവിൽ നിന്നും ഒരു 10K 1 വാട്ട് റെസിസ്റ്റർ വഴിയാണ് റെഡ് പ്രോബിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ നെഗറ്റീവിൽ നിന്നും ഒരു 1N4007 ഡയോഡിൻ്റെ കാഥോഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡയോഡിൻ്റെ ആനോഡിൽ നിന്നും ഒരു 10K 1 വാട്ട് റെസിസ്റ്റർ വഴി ബ്ലാക്ക് പ്രോബിലേക്ക് കണക്ട് ചെയ്യണം. ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിലും അതുപോലെ 10 ഓംസ് 1 വാട്ട് റെസിസ്റ്ററുമായി AC കോഡ് വയർ കണക്ട് ചെയ്യേണ്ടതാണ്. ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് AC 230 വോൾട്ട് നൽകിയിരിക്കുന്നത് ഒരു 105K 450 വോൾട്ട് കപ്പാസിറ്റർ വഴിയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പാസിറ്റർ ഡ്രോപ്ലർ പവർ സപ്ലൈ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. റെക്ടിഫയറിലേക്ക് AC 230 വോൾട്ട് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ DC 325 വോൾട്ട് ലഭിക്കുന്നു. ഇങ്ങനെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലെത്തുന്ന പൾസേറ്റിംഗ് DCയെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 225 450 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവിൽ നിന്നും ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് 10K 1 വാട്ട് റെസിസ്റ്റർ വഴിയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു 10K 1 വാട്ട് റെസിസ്റ്ററും അതുപോലെ തന്നെ ഒരു 1N4007 എന്നീ ഡയോഡുകളും ഉപയോഗിച്ചിട്ടുള്ളത്. സർക്യൂട്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ 2 പോളിസ്റ്റർ കപ്പാസിറ്ററുകളിൽ കൂടിയ ചാർജ് സ്റ്റോർ ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കപ്പാസിറ്ററുകൾക്ക് പാരലായി ഓരോ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഡിസ്ചാർജ് റെസിസ്റ്റർ എന്ന് പറയാം. 1.5 വോൾട്ട് മുതൽ 300 വോൾട്ട് വരെയുള്ള എല്ലാവിധ LEDകളും നമുക്കിത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണയായി 230 വോൾട്ട് ACയിൽ ഉപയോഗിക്കുന്ന LED ബൾബുകൾ, LED ട്യൂബ് ലൈറ്റുകൾ, LED TVയുടെ ബാക്ക് ലൈറ്റ് എന്നിങ്ങനെയുള്ള LEDകളെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സർക്യൂട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറും അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററും ഒരു 10 ഓംസ് 1 വാട്ട് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ പോസിറ്റീവിനും നെഗറ്റീവിനും പാരലായി 225 450 വോൾട്ട് കപ്പാസിറ്ററും അതിന് പാരലായി 220K 1 വാട്ട് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ പോസിറ്റീവും നെഗറ്റീവും ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത് റെസിസ്റ്ററുകൾ വഴിയാണ്, 10K 1 വാട്ട് റെസിസ്റ്ററുകൾ വഴിയാണ്. ടെസ്റ്റ് ചെയ്യാനുള്ള LEDകളുടെ പിന്നുകളിൽ ഓരോ പ്രോബുകളും കണക്ട് ചെയ്യുമ്പോൾ പ്രകാശിക്കാത്ത LED ഡാമേജ് ആയിരിക്കും. ഒരു കോമൺ PCBയിൽ സർക്യൂട്ട് അസംബിൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു അഡാപ്റ്ററിൻ്റെ കേസിനുള്ളിലാക്കിയാൽ നമുക്കിത് വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. ഈ സർക്യൂട്ട് നിർമ്മിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വീഡിയോ ഫുൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നോക്കി ചെയ്യാവുന്നതാണ്.
ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഴിവു സമയത്ത് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാവുന്നു. നിങ്ങളുടെ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റ് വഴി പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു ഹ്രസ്വകാല കോഴ്സാണ്. പഠിക്കാൻ നല്ല താല്പര്യമുള്ളവർ 8075 53 14 81 എന്ന നമ്പറിലേക്ക് ഹായ് എന്ന് വാട്സാപ്പ് ചെയ്യുക. സാധാരണ മെസ്സേജ് അയക്കാതെ വാട്സാപ്പ് തന്നെ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ വാട്സാപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.